നമസ്കാരം. നിലയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കൂറ്റനാട് ചാലിശ്ശേരി പാതയിൽ ഗതാഗതം നിരോധിച്ചു. 21 ദിവസത്തേക്കാണ് റോഡിലൂടെയുള്ള ഗതാഗതത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂറ്റനാട് ചാലിശ്ശേരി പാതയിലെ വലിയ പള്ളിയുടെ സമീപത്തെ അപകടക്കുഴികൾക്കും റോഡിലെ വെള്ളക്കെട്ടിനും പരിഹാരമായി റോഡിൽ കട്ടവിരിക്കൽ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് റോഡിൽ ഗതാഗതം നിരോധിച്ചത്. നവീകരണ ജോലികൾ പൂർത്തിയാകുന്നതുവരെ 21 ദിവസത്തോളം റോഡിൽ വാഹനഗതാഗതം അനുവദിക്കില്ല. കഴിഞ്ഞ ദിവസം നവീകരണ ജോലികൾക്കിടയിലൂടെ ഭാഗികമായി വാഹനഗതാഗതം അനുവദിച്ചിരുന്നു. എന്നാൽ വൈകുന്നേരം നടന്ന വാഹനാപകടവും ചളിക്കെട്ടും മൂലം പിന്നീട് ഗതാഗതം പൂർണ്ണമായി നിരോധിക്കുകയായിരുന്നു. പട്ടാമ്പി, പടിഞ്ഞാറങ്ങാടി, തൃത്താല ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ കൂറ്റനാട്, പെരിങ്ങോട്, ചാലിശ്ശേരി വഴിയും പെരുമ്പിലാവ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ ചാലിശ്ശേരി, ആമക്കാവ്, കൂറ്റനാട് വഴിയും പോകണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. 120 മീറ്ററോളം ദൂരമാണ് വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞ് ഏറെ ദുരിതമായി കിടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രയാസമുള്ള സ്ഥലത്താണ് കട്ടവിരിക്കൽ പ്രവൃത്തികൾ നടക്കുന്നതെന്ന് ജില്ലാ റോഡ് മെയിൻ്റനൻസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പി ഷീബ അറിയിച്ചു. CCTV ന്യൂസ്, തൃത്താല. പട്ടാമ്പിയിൽ റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരന് ബസ്സിനടിയിൽപ്പെട്ട് ദാരുണാന്ത്യം. പരുതൂർ സ്വദേശിയും വിമുക്ത ഭടനുമായ സജീഷാണ് മരിച്ചത്. ശനിയാഴ്ച വൈകുന്നേരത്തോടെയായിരുന്നു അപകടം. ശനിയാഴ്ച വൈകുന്നേരം മേലെ പട്ടാമ്പി കൽപ്പയ്ക്ക് സമീപത്താണ് അപകടമുണ്ടായത്. പരുതൂർ മംഗലം പുറത്താട്ടിൽ സജീഷാണ് മരിച്ചത്. സജീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡിലെ കുഴിയിൽ വീഴുകയും തുടർന്ന് ഇതിലൂടെ വന്നിരുന്ന ബസ്സിനടിയിലേക്ക് തെറിക്കുകയുമായിരുന്നു. ബസിന്റെ പിൻവശത്തെ ടയറുകൾ ദേഹത്തെ കയറിറങ്ങുകയായിരുന്നു. ഗുരുതരമായ പരിക്ക് പറ്റിയ സജീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പരുത്തൂർ പുറത്താട്ടിൽ ഗോപിനാഥൻ നായരുടെ മകനാണ്. 42 വയസ്സുണ്ട്. വിമുക്ത ഭടനാണ്. മംഗലത്തെ പുതിയ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പട്ടാമ്പിയിൽ എത്തിയതായിരുന്നു. ഇതിനിടെയാണ് അപകടം സംഭവിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. രമ്യയാണ് ഭാര്യ. 2 മക്കളുണ്ട്. കൂറ്റനാട് ചാലിശ്ശേരി റോഡിൽ വലിയ പള്ളിക്ക് സമീപം ബസ് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഓട്ടോ യാത്രക്കാരായ 7 പേർക്ക് പരിക്ക്. വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന യാത്രാ ബസ് അതേ ദിശയിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. നിലവിൽ വലിയ പള്ളിക്ക് സമീപം റോഡ് നവീകരണ ജോലികൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഒരു ദിശയിൽ കൂടെ മാത്രമാണ് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി ഒരു ലൈനിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയിലേക്കാണ് പുറകിൽ നിന്നും ലൈൻ തെറ്റിച്ചെത്തിയ ബസ് ഇടിച്ചു കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ മുന്നിലെ കാറിലേക്കും ഇടിച്ചു. അപകടത്തിൽ 3 കുട്ടികൾ ഉൾപ്പെടെയുള്ള ഓട്ടോ യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. കാറിന്റെ പിൻവശം തകർന്നെങ്കിലും കാർ യാത്രക്കാർക്ക് പരിക്കില്ല. അപകടത്തിൽപ്പെട്ടവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 കുട്ടികളുടെ പരിക്ക് ഗുരുതരമാണ്. ഉരുൾപൊട്ടൽ മൂലം ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തൃത്താല ഗ്രാമപഞ്ചായത്ത് 5 ലക്ഷം രൂപ നൽകി. 5 ലക്ഷം രൂപയുടെ ചെക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്, പഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ, വൈസ് പ്രസിഡന്റ് KP ശ്രീനിവാസൻ എന്നിവരിൽ നിന്നും ഏറ്റുവാങ്ങി. പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പിയിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി വ്യാപാരികൾ. തിങ്കളാഴ്ച കടകൾ അടച്ച് പ്രതിഷേധിക്കുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പിയിലെ വാഹന പാർക്കിംഗുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് വ്യാപാരികൾ പ്രത്യക്ഷ സമരപരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. സംയുക്ത വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണി വരെ കടകളടച്ച് പ്രതിഷേധിക്കുമെന്ന് കൂട്ടായ്മ ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് പട്ടാമ്പിയിലെ പൂർണ്ണമായ
ഞങ്ങൾ കടകൾ അടച്ചിട്ടുകൊണ്ട് ഒരു പ്രതിഷേധ ധർണ നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച 12 മണി വരെ ഞങ്ങളുടെ മേലോട്ടാമ്പിയിലെ ജോസ് ഡോക്ടർ പരിസരത്ത് വെച്ചിട്ട് പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികൾ പങ്കെടുത്തുള്ള ഒരു പ്രതിഷേധ ധർണയാണ് നടക്കുന്നത്. ആ ധർണയിലേക്ക് പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികളെയും പൊതുജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ രൂപത്തിലാണ് പട്ടാമ്പിയുടെ പോലീസും പട്ടാമ്പിയുടെ സ്ഥാപനങ്ങൾ അടച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഞങ്ങൾ ഈ വ്യാപാരികൾ ഒരു സമരത്തിനോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ഒന്നിനും നിൽക്കാത്ത ഒരു വിഭാഗത്തിൽപ്പെട്ടവരാണ് ഞാൻ വ്യാപാരികൾ. ഞങ്ങൾ സ്വയം വരുമാനം കണ്ടെത്താൻ സ്വയം സ്ഥാപനം തുറന്നിരിക്കുന്നവരാണ്. ഇത് ഒരു പട്ടാമ്പിൽ ഒരു മോട്ടോർ സൈക്കിൾ നിർത്തി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഫോട്ടോ എടുക്കുക. അത് വണ്ടിയുടെ ഡ്രൈവ് സീറ്റിൽ ആളുണ്ട്, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ എടുക്കുക. അതിന് ഒരു അരമണിക്കൂറിനുള്ളിൽ അവർക്ക് സ്റ്റേഷനിൽ വേണ്ടി വരിക, പിന്നെ ഫോട്ടോ സാഹിത്യം വരിക. ഇന്നലെ വൈകിട്ട് രാത്രി 9:10 വരെ പട്ടാമ്പി പോലീസ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്യാപാരികളെ മാത്രമല്ല പൊതുജനത്തെയും ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പട്ടാമ്പി ടൗണിൽ എവിടെ പാർക്ക് ചെയ്യണമെന്നുള്ള രൂപരേഖ പോലീസ് അധികൃതർ പുറപ്പെടുവിച്ചിട്ടില്ല. എവിടെ പാർക്ക് ചെയ്താലും പിഴ ഈടാക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. ഇതിന്റെ മാറ്റം വേണം. ബന്ധപ്പെട്ടവരോട് ആലോചിക്കാതെയാണ് ഇത്തരം നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും വ്യാപാരികൾ കുറ്റപ്പെടുത്തി. പർച്ചേസ് ചെയ്യാന് കസ്റ്റമർ വരുമ്പോ ആ കസ്റ്റമറുടെ വണ്ടി ചാർജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അത് നോ പാർക്കിങ്ങിലെ ഭാഗത്തല്ല, പാർക്കിങ്ങിന് അനുവദിച്ച ഭാഗത്തും ഇതേമാതിരി ചാർജ് ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. ഏകദേശം ഒരു 2 ആഴ്ചയായിട്ട് ഈ ഒരു പ്രതിഭാസം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞങ്ങള് വ്യാപാര സംഘടന ഞങ്ങള് പരാതി സ്റ്റേഷനിൽ കൊടുത്തു, ബന്ധപ്പെട്ടവരെ അറിയിച്ചു. അതിനൊന്നും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. 2 ആഴ്ചയായിട്ട് ഞങ്ങളെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമർ മോട്ടോർ സൈക്കിളിലോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിലോ വന്ന് ഒതുക്കി പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന ഒരു സിസ്റ്റമാണ് പട്ടാമ്പിയിലുള്ളത്. അപ്പൊ അതിന് പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പൊ പട്ടാമ്പിയിലുള്ളത്. അപ്പൊ ബന്ധപ്പെട്ടവരൊന്നും അറിയിച്ചിട്ടും അതിന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി വരെ പട്ടാമ്പിയിൽ ഇതേപോലെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടികൾ. അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഇവർ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ സംയുക്ത വ്യാപാരി കൂട്ടായ്മ പ്രതിനിധികളായ KP കമാൽ, KC സുധാകരൻ, R സന്തോഷ്, സിദ്ദിഖ് പത്രാസ്, AK അഷ്റഫ് അലി, അബുലൈസ്, P സുബൈർ മറ്റു ഭാരവാഹികളും പങ്കെടുത്തു. ഇങ്ങനെ ഒരു നിർബന്ധിത സാഹചര്യത്തിൽ കടയടച്ച് സമരം ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലാത്തൊരവസ്ഥയിലാണ് തിങ്കളാഴ്ച കാലത്ത് രാവിലെ മുതൽ 12 വരെ കടച്ച് സമരം ചെയ്യുന്നത്. ഈ പ്രശ്നം വ്യാപാരികളെ മാത്രമല്ല ബാധിക്കുന്നത്, പൊതുജനങ്ങളെ കൂടെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം വ്യാപാര സ്ഥാപനങ്ങൾക്ക് വരുന്നത് വ്യാപാരികൾ മാത്രമല്ല, പൊതുജനങ്ങളാണ് വരുന്നത്. ഈ പൊതുജനങ്ങളുടെ വാഹനങ്ങളാണ് വഴിയരികിൽ നിർത്തുന്നതും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ ഇതിൽ ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി ഞങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ ധർണാ സമരത്തിന് ഞങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ളത്. കൂറ്റനാട് വലിയ പള്ളിക്ക് സമീപം റോഡിൽ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ഭാഗത്ത് KSRTC ബസ് ചളിയിൽ താഴ്ന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30യോടെയായിരുന്നു അപകടം. റോഡിൽ നവീകരണം നടക്കുന്നതിനാൽ ഒരു വശത്തുകൂടെ മാത്രമായിരുന്നു വാഹന ഗതാഗതം അനുവദിച്ചിരുന്നത്. എന്നാൽ ഈ ഭാഗത്ത് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബസ് യന്ത്ര തകരാർ മൂലം പണിമുടക്കി. ഇതോടെ റോഡരികിലൂടെ പോകാൻ ശ്രമിച്ച KSRTCയുടെ ചക്രങ്ങൾ ചെളിയിൽ താഴ്ന്നു പോവുകയായിരുന്നു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ബസ് തള്ളി കരകയറ്റി. പട്ടാമ്പിയിലെ ഗതാഗതം സുഗമമാക്കുക എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രതിഷേധം പട്ടാമ്പി പാലത്തിന് സമീപം സായാഹ്ന ധർണ നടത്തി. പട്ടാമ്പി പാലത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കൽ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടും പട്ടാമ്പിയിലെ ഗതാഗത സംവിധാനം സുഗമമാക്കണമെന്നും പുതിയ പാലം യാഥാർത്ഥ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് പട്ടാമ്പി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തിയത്. പട്ടാമ്പി പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു ധർണ നടത്തിയത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി CA സാജിദ് സമരം ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളായി പട്ടാമ്പിയുടെ ആവശ്യമാണ് പട്ടാമ്പിയിലെ ഒരു പുതിയ പാലം എന്നുള്ളത്. ഏതാണ്ട് 50 വർഷത്തിലധികം പഴക്കമുള്ള പട്ടാമ്പി കോച്ച്
അതിൻ്റെ എത്രയോ പ്രളയങ്ങളെ അതിജീവിച്ചു. 2018 പ്രളയത്തിലാണ് ഏറ്റവും വലിയ പരിക്ക് ഈ പാലത്തിനുണ്ടാകുന്നത്. അതിന്റെ കൈവരികൾ പോലും ഒലിച്ചുപോയി. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 25 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി പാലത്തിന് പുതിയ കൈവരി അന്ന് സ്ഥാപിച്ചത്. 2019 പാലത്തിന് മുകളിലൂടെ വെള്ളം കടന്നുപോയപ്പോൾ പട്ടാമ്പിയിലെ MLA വലിയ പത്രസമ്മേളനങ്ങൾ നടത്തി പറഞ്ഞത്, അന്ന് നിങ്ങളൊക്കെ കളിയാക്കിയ ആ വലിയ 25 ലക്ഷത്തിന്റെ കൈവരി അതിന്റെ ഉറപ്പ് കൊണ്ടാണ് ഈ പ്രളയത്തെ അത് അതിജീവിച്ചത് എന്ന്. പക്ഷേ വീണ്ടും ഒരു വലിയ പ്രളയമുണ്ടായപ്പോ, ഒരു വെള്ളത്തിന്റെ കുത്തിവയ്പ്പുണ്ടായപ്പോ ആ കൈവരികൾ മുഴുവൻ ഒലിച്ചുപോയ സാഹചര്യം നമ്മൾ കാണുകയാണ്. ഇപ്പൊ ആ കൈവരിയുടെ പേരിൽ മാത്രമാണ് ഇന്ന് പട്ടാമ്പിയിൽ ഇത്രയും വലിയ ഗതാഗതക്കുരുക്കിന് സാഹചര്യം ഒരുക്കിയത് എന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. യൂത്ത് ലീഗ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ വിളിയൂർ അധ്യക്ഷനായിരുന്നു. CA മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ ഇ മുസ്തഫ, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തടം, റിയാസ് മുക്കോളി, PM സൈഫുദ്ദീൻ, KA റഷീദ്, KM മുജീബുദ്ദീൻ, MKM ഹനീഫ, TP ഹസൻ, ഷെബീർ തോട്ടത്തിൽ, PKM ഷെഫീഖ്, AKM അലി, K അംസ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഇതോടെ നിളയോർ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.